Now try to prove theorem 4.6, that is related to Merkle-Darmstadt methods for finding a hash function. Suppose we have the compression function which will compress 0 1 m plus t to 0 m, that is message of having m plus t length compressed to m length is a collision resistant compression function where t greater than or equal to 2. അപ്പോൾ എം പ്ലസ് 2 തൊട്ട് മുകളിലേക്ക് ഇങ്ങോട്ട് വരും അതിൻ്റെ ലെങ്ത്ത് എം പ്ലസ് 3 എം പ്ലസ് 4 എക്സെട്ര വരും, കാരണം ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ദെൻ ദ ഫംഗ്ഷൻ എച്ച്, ഹാഷ് ഫംഗ്ഷൻ എച്ച് ഫ്രം ഇങ്ങനെയുള്ള എല്ലാ പവറുകളും 0 1 റേസ് ടു ഐ, അത് ഐയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എം പ്ലസ് ടി പ്ലസ് 1 തൊട്ട് ഇൻഫിനിറ്റിയാണ്. അങ്ങനെയുള്ള എല്ലാ മെസ്സേജുകളുടെ എല്ലാം കൂടിയുള്ള യൂണിയനാണത്. ഗോയിങ് ടു 0 1 റേസ് ടു എം, അത് എം ബിറ്റിലേക്ക് വരുന്ന ഹാഷ് ഫംഗ്ഷനാണ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ അൽഗോരിതം 4.6 ഈസ് എ കൊളീഷൻ റെസിസ്റ്റൻറ്റ് ഹാഷ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കംപ്രഷൻ ഫംഗ്ഷനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഹാഷ് ഫംഗ്ഷൻ അത് കൊളീഷൻ റെസിസ്റ്റൻറ്റ് ഹാഷ് ഫംഗ്ഷനാണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ കംപ്രഷൻ ഫംഗ്ഷൻ ഈസ് കൊളീഷൻ റെസിസ്റ്റൻറ്റ്, അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഹെച്ചും ഹാഷ് ഫംഗ്ഷനും കൊളീഷൻ റെസിസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ ആ കൊളീഷൻ റെസിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. കൊളീഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എക്സും എക്സ് ഡാഷും ഈക്വൽ അല്ലാണ്ട് എച്ച് ഓഫ് എക്സും എച്ച് ഓഫ് എക്സ് ഡാഷും ഈക്വൽ ആയാൽ നമുക്ക് കൊളീഷനായി. എക്സും എക്സ് ഡാഷും ഈക്വൽ അല്ലാണ്ട് എച്ച് ഓഫ് എക്സും എച്ച് ഓഫ് എക്സ് ഡാഷും ഈക്വൽ ആയാൽ കൊളീഷനായി. അപ്പോൾ കൊളീഷൻ റെസിസ്റ്റൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എക്സും എക്സ് ഡാഷും ഈക്വൽ അല്ലെങ്കിൽ എച്ച് ഓഫ് എക്സും എച്ച് ഓഫ് എക്സ് ഡാഷും ഈക്വൽ അല്ലാണ്ടിരിക്കണം. വി വിൽ ഷോ ഹൗ വി ക്യാൻ ഫൈൻഡ് എ കൊളീഷൻ ഫോർ കംപ്രഷൻ ഇൻ പോളിനോമിയൽ ടൈം. അപ്പോൾ നമ്മളിതിൻ്റെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കൊളീഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കംപ്രഷൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൊളീഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാഷ് ഫംഗ്ഷൻ ഉണ്ടാവുന്ന പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കൊളീഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാഷ് ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പിറകിൽ ഒരു കൊളീഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കംപ്രഷൻ ഫംഗ്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതിന് നമ്മൾ എടുക്കേണ്ടത് എന്താ വെച്ചാൽ വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y1 y2 എക്സെട്ര yk പ്ലസ് 1, അതുപോലെ തന്നെ എക്സ് ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ഓഫ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു y1 ഡാഷ് y2 ഡാഷ് എക്സെട്ര yl പ്ലസ് 1 ഡാഷ്. അവിടെ ലെങ്ത്ത് ഡിഫറൻ്റ് ആയിരിക്കും, കാരണം എക്സും എക്സ് ഡാഷും ഈക്വൽ അല്ല. നൗ when x and x dash are padded with t and d dash zeros respectively, denote the g value computed in the algorithm by g1 g2 etc gk plus 1 and g1 dash etc gl1 dash റെസ്പെക്റ്റീവ്ലി. അത് നമ്മളവിടെ കൺസ്ട്രക്ഷനിൽ വരുന്നതാണ്. എക്സും എക്സ് ഡാഷും ഡിഫറൻ്റ് ആയതുകൊണ്ട് പാഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ വർക്കുകളൊക്കെ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഫങ്ഷൻസ് നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞിട്ടുള്ളത് ജിയിലാണ്. അത് g1 g2 എക്സെട്ര gk പ്ലസ് 1 വരും. അത് എക്സ് ഡാഷ് ഡിഫറൻ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് എക്സ് ഡാഷ് നൊട്ടേഷൻ കൊടുക്കാം. g1 ഡാഷ് g2 ഡാഷ് എക്സെട്ര gl പ്ലസ് 1 ഡാഷ് എന്ന നൊട്ടേഷൻ കൊടുക്കാം. We identify two cases depending on whether x is congruent to x dash mod t minus 1 or not. അപ്പോൾ ഇവിടെ നമുക്ക് വിചാരിക്കേണ്ടത് എക്സും എക്സ് ഡാഷും ഈക്വൽ അല്ല എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എക്സും എക്സ് ഡാഷും ഈക്വൽ അല്ല എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് അവിടെ. ഒന്ന്, എക്സും എക്സ് ഡാഷിൻ്റെയും ലെങ്ത്തുകൾ തമ്മിൽ പിന്നെ ഒരു മോഡുലർ റിലേഷൻ ഉണ്ടാവും. കാരണം ഓരോന്നിൻ്റെയും ബിറ്റ് ലെങ്ത് ആയിട്ട് എടുക്കുക, നമ്മൾ എക്സ് ഡാഷിനെ ഡിവൈഡ് ചെയ്തിട്ട് t-1 വെച്ചിട്ട് എടുക്കുക. അപ്പോൾ അതിൽ ആ ഡിഫറൻസ് എപ്പോഴും പിന്നെ മൾട്ടിപ്പിൾ ഓഫ് t-1 ആയിട്ട് വരാം, അല്ലെങ്കിൽ അല്ലാണ്ടും വരാം. അപ്പോൾ അത് മോസ്റ്റ് ജനറൽ കേസായിട്ടാണ് നമ്മൾ പറയണത്. മൾട്ടിപ്പിൾ ഓഫ് t-1 ആയിട്ട് വരാം അതിൻ്റെ ഡിഫറൻസ്, അല്ലെങ്കിലും അല്ലാണ്ടും വരാം. സപ്പോസ് കേസ് 1 ആയിട്ട് നമ്മൾ എക്സ്
not modulus x, that is length of x not congruent to modulus of x dash mod t minus 1. ആ കേസാണ് നമ്മൾ ആദ്യത്തെ കേസായിട്ട് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സും എക്സ് ഡാഷും ലെങ്ത്ത് ഈക്വൽ അല്ല, അവർ തമ്മിൽ ആ ലെങ്ത്തിൻ്റെ ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് ടി മൈനസ് വണ്ണും അല്ല. അപ്പോൾ നമുക്ക് വരുന്നത് നമ്മൾ സാധാരണ ഡി എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അൽഗോരിതത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് നമ്മുടെ കെ ഇൻറ്റു ടി മൈനസ് വൺ മൈനസ് ചെയ്യുന്ന ആ ഡിഫറൻസാണ്. അതാണ് ഡി എന്ന് പറയുന്നത്. ആ ഡിയുടെ പിന്നെ 0-1 നമുക്ക് ബൈനറി കോമ്പിനേഷനാണ് അവസാനമായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഡിയും ഡി ഡാഷും ഈക്വൽ അല്ലെങ്കിൽ അതിൻ്റെ ബൈനറി ആയിട്ട് വരുന്ന വൈ കെ പ്ലസ് വണ്ണും വൈ എൽ പ്ലസ് വൺ ഡാഷും ഈക്വൽ ആവില്ല. അങ്ങനെയാണെങ്കിൽ കംപ്രസ് നമ്മൾ ആ അവസാനത്ത് നിന്ന് തുടങ്ങാം. ആരെ കംപ്രസ് ചെയ്യണം? ജി കെ 1 ബിറ്റ് 1 വൈ കെ പ്ലസ് 1. അതിനെ കംപ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജി കെ പ്ലസ് 1 കിട്ടുക. ഈ ജി കെ പ്ലസ് 1നെയാണ് ആ അൽഗോരിതത്തിൽ നമ്മൾ എച്ച് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ എച്ച് എക്സ് നമ്മുടെ വിചാരം കൊളീഷനുള്ളതുകൊണ്ട് എച്ച് എക്സും എച്ച് എക്സ് ഡാഷും ഈക്വൽ ആണെന്നാണ്. എച്ച് എക്സ് ഡാഷ് പക്ഷെ കിട്ടുന്നത് ജി എൽ പ്ലസ് 1 ഡാഷിൽ നിന്നാണ്. ജി എൽ പ്ലസ് 1 ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ആരുടെ കംപ്രഷനാണ്? ജി എൽ ഡാഷ് 1 വൈ എൽ പ്ലസ് 1 ഡാഷ് ആണ്. വിച്ച് ഇസ് എ കൊളീഷൻ ഫോർ കംപ്രഷൻ ബിക്കോസ് വൈ കെ പ്ലസ് 1 നോട്ട് ഈക്വൽ ടു വൈ എൽ പ്ലസ് 1 ഡാഷ്. അപ്പോൾ നമ്മുടെ അസംഷൻ ഇതാണ്, വൈ കെ പ്ലസ് 1 ആരോട് ഈക്വൽ അല്ല, വൈ എൽ പ്ലസ് 1 ഡാഷിനോട് ഈക്വൽ അല്ല. പക്ഷേ കംപ്രഷൻ ചെയ്തു വന്നപ്പോൾ ലെഫ്റ്റിൽ കണ്ട കംപ്രസ് ജി കെ 1 വൈ കെ പ്ലസ് 1 ഈക്വൽ ടു എന്ത് കിട്ടി? കംപ്രസ് ജി എൽ ഡാഷ് 1 വൈ എൽ പ്ലസ് 1 ഡാഷ് കിട്ടി. ഈ രണ്ട് ഫംഗ്ഷനും കംപ്രസ് ഫംഗ്ഷന് ഈക്വലായി എന്ന് പറഞ്ഞാൽ ഫോർ ഡിസ്റ്റിങ്ക്റ്റ്. അപ്പോൾ അതിന് വേണമെങ്കിൽ ആ ജി കെ 1 വൈ കെ പ്ലസ് 1 നമ്മൾ ഒരു വേറൊരു ഡബ്ല്യു എന്ന് പറഞ്ഞ വേരിയബിളായിട്ട് വിചാരിക്കുക. അപ്പോൾ കംപ്രസ് ഓഫ് ഡബ്ല്യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് കംപ്രസ് ഓഫ് ഡബ്ല്യു ഡാഷ് എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ദിസ് കംപ്രഷൻ ഫംഗ്ഷൻ ഈസ് ഹാവിങ് കൊളീഷൻ. ഓക്കെ, ഡബ്ല്യുവും ഡബ്ല്യു ഡാഷും ഈക്വൽ അല്ലാണ്ട് കംപ്രഷൻ ഡബ്ല്യു ഡാഷും ഈക്വലായി എന്ന് പറഞ്ഞാൽ അവിടെ കംപ്രഷൻ ഫംഗ്ഷൻ ഈസ് ഹാവിങ് കൊളീഷൻ, which is a collision for the compression function because yk plus 1 not equal to yl plus 1 dash. അപ്പോൾ കേസ് 1ൽ നമ്മൾ ചെയ്തത് ആർക്ക് കൊളീഷൻ വന്നു? നമ്മൾ എച്ച് എക്സിന് കൊളീഷൻ ഉണ്ടെന്ന് വിചാരിച്ചപ്പോൾ അത് ആരിൽ നിന്നുണ്ടായത്? കംപ്രഷൻ ഫംഗ്ഷനിൽ നിന്നുണ്ടായതാണ്. ആ കംപ്രഷൻ ഫംഗ്ഷനും കൊളീഷൻ ഉണ്ട്. ഇനി അത് കേസ് 2 പ്രൂവ് ചെയ്യാൻ പോണത് ലെങ്ത് ഓഫ് എക്സ് ഈക്വൽ ടു ലെങ്ത് ഓഫ് എക്സ് ഡാഷ് മോഡ് ടി മൈനസ് 1 ആണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് മുന്നത്ത് നോക്കിയും കേസ് 1 നോക്കിയും മോഡ് എക്സ് ഈസ് നോട്ട് കോൺഗ്രുവൻ്റ് ആണ്. ഇവിടെ വരുന്നത് കോൺഗ്രുവൻ്റ് ആണ്. ഓക്കെ, ഇതിൽ വരുമ്പോൾ നമുക്കപ്പോൾ കുറച്ച് നേരത്തെയാണ് നമ്മൾ മോസ്റ്റ് ജനറൽ ഫോമായിട്ട് കൈകാര്യം ചെയ്തത്. ഇതാവുമ്പോൾ നമുക്ക് രണ്ടിൻ്റെ ലെങ്ത്ത് ഈക്വലാന്ന് കിട്ടി. എക്സിൻ്റെ എക്സ് ഡാഷിൻ്റെ ലെങ്ത്ത് ഈക്വൽ മീൻസ് അവർ തമ്മിൽ ഒരു ടി മൈനസ് 1ൻ്റെ മൾട്ടിപ്പിളിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, നേരത്തെ ചെയ്ത് മോസ്റ്റ് ജനറലാണ്. അതിൽ തന്നെ രണ്ട് കേസായിട്ടാണ് ഡിസ്കസ് ചെയ്യണത്. ഒന്ന്, എക്സിൻ്റെയും എക്സ് ഡാഷിൻ്റെയും ലെങ്ത്ത് ഈക്വലായിട്ട് നമ്മൾ വിചാരിക്കുക. എക്സിൻ്റെ എക്സ് ഡാഷിൻ്റെ ലെങ്ത്ത് ഈക്വലായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിട്ടുള്ള വൈ കെ പ്ലസ് 1 വൈ എൽ പ്ലസ് 1 ഡാഷ് എന്നൊക്കെ പറഞ്ഞത് എല്ലും കെയും ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ കെ മസ്റ്റ് ബി ഈക്വൽ ടു എൽ ആവും. അങ്ങനെയാണെങ്കിൽ വൈ കെ പ്ലസ് 1 ഈക്വൽ ടു വൈ കെ പ്ലസ് 1 ഡാഷ് ആയി. വി ബിഗിൻ വിത്ത് ആസ് ഇൻ കേസ് 1 നമ്മൾ എന്ത് ചെയ്യും? കംപ്രസ് ഓഫ് ജി കെ 1 ബിറ്റ് പിന്നെ വൈ കെ പ്ലസ് 1 ഈക്വൽ ടു ജി കെ പ്ലസ് 1. ആ ജി കെ പ്ലസ് 1ൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ടാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് എക്സ് ഡാഷ് ബിക്കോസ് പിന്നെ കൊളീഷൻ ഉണ്ടെന്നാണ് നമ്മുടെ അസംഷൻ. ഈക്വൽ ടു ജി കെ പ്ലസ് 1 ഡാഷ് which is nothing but compression of gk dash 1 yk plus 1 ആണ്. ഓക്കെ, ഇനി അതിൽ നമ്മൾ വരുമ്പോൾ അപ്പോൾ കംപ്രസ് കിട്ടി. ഇനി നമുക്കത് ഡിഫറൻ്റ് ആയെങ്കിൽ മാത്രമേ അതിന് കംപ്രഷൻ ഫംഗ്ഷന് കൊളീഷൻ വരുള്ളൂ.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ജി കെ നോട്ട് ഈക്വൽ ടു ജി കെ ഡാഷ് ദെൻ വി ഫൈൻഡ് എ കൊളീഷൻ ഫോർ കംപ്രഷൻ. കാരണം വൈ കെ പ്ലസ് വണ്ണും വൈ കെ പ്ലസ് വൺ ഡാഷും ഈക്വലാണ്, വണ്ണും ഈക്വലാണ്. പിന്നെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കാവും സാധ്യതയുള്ളത് ജി കെയും ജി കെ ഡാഷാണ്. അത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ ആ കംപ്രസ് സം ഡബ്ല്യു ഈക്വൽ ടു കംപ്രസ് സം ഡബ്ല്യു ഡാഷ് എന്ന് കിട്ടും. കാരണം ആ ജി കെയും ജി കെ ഡാഷും ഡിഫറൻ്റ് ആണെങ്കിൽ ഇഫ് then we find a collision for compression function. So assume that gk equal to gk dash ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവിടുത്തെ കേസ് ഈക്വൽ അല്ലെങ്കിൽ കംപ്രഷനാണ്, കൊളീഷൻ ഫംഗ്ഷനാണ്, കൊളീഷൻ ഉണ്ട്, ഈക്വൽ അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിന്ന് വിട്ടു, നമ്മളത് രണ്ട് ഈക്വലായി. പിന്നത്തെ വരുന്നത് എന്താ, തൊട്ട് താഴെയുള്ള ഫംഗ്ഷൻ ജി കെ മാറ്റി ജി കെ മൈനസ് വൺ ആക്കി, 1 വൈ കെ ആക്കി, which is equal to by definition it is gk, അതിൻ്റെ compression equal to gk dash equal to compression gk minus 1 dash 1 yk dash. Okay, ഇവിടെ നമ്മൾ either we find a collision for compression compress or gk minus 1 equal to gk minus 1 dash and yk equal to yk dash. അസ്യൂമിങ് വി ഡു നോട്ട് ഫൈൻഡ് എ കൊളീഷൻ, അവിടെ കൊളീഷൻ ഇല്ല എന്ന് അങ്ങോട്ട് വിചാരിക്കുക. നമ്മൾ എല്ലാ കേസും കൈകാര്യം ചെയ്യാനാണ്. വി കണ്ടിന്യൂ വർക്കിംഗ് ബാക്ക്വേർഡ്സ്. ഫൈനലി വി ഒബ്റ്റെയിൻ കംപ്രസ്. നമ്മൾ അവസാനത്തെ ഫംഗ്ഷനായിട്ട് വരിക m+1 സീറോസും പിന്നെ y1ഉമാണ്. അതാണ് g1ൻ്റെ ഡെഫിനിഷൻ. അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ g1 കിട്ടും. g1 ഈക്വൽ ടു g1 ഡാഷ് ആണ്, ഈക്വൽ ടു കംപ്രസ് 0 m+1 സീറോസ് പാഡഡ് വിത്ത് y1 ഡാഷ്. ഓക്കെ, ഇഫ് അപ്പോൾ ആദ്യത്തെ സീറോസ് രണ്ടും സെയിം ആണ്, m+1 സീറോസ് ആണ്. ഇനി ആര് മാറിയാൽ മതി, ഇഫ് y1 നോട്ട് ഈക്വൽ ടു y1 ഡാഷ് then we find a collision for compression. So we assume that y1 equal to y1 dash, but then yi equal to yi dash for I ranges from 1 to k plus 1. So yx equal to yx dash എന്ന് കിട്ടും നമുക്ക്. എല്ലാം ഈക്വൽ ആയിട്ട് വന്നല്ലോ. ബട്ട് ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സിൽ നിന്ന് വൈ എക്സിലേക്ക് പോകുന്ന ആ ഫംഗ്ഷൻ, ആ മാപ്പിംഗ് ഒരു ഇൻജെക്ഷനാണ്. ഓക്കെ, therefore we assumed x not equal to x dash ആണ്. so we have a contradiction. അപ്പോൾ അതുകൊണ്ട് x ഈക്വൽ ടു എക്സ് ഡാഷ് ആവണു, ശരിക്കും വേണ്ടത് x നോട്ട് ഈക്വൽ ടു എക്സ് ഡാഷ് ആണ്. അതാണ് അവിടുത്തെ കോൺട്രഡിക്ഷൻ വരിക. ഇനി തേർഡ് കേസ് വരുന്നത് ലെങ്ത് ഓഫ് എക്സും ലെങ്ത് ഓഫ് എക്സ് ഡാഷും ഈക്വൽ അല്ലാണ്ട് വരുന്നതാണ്. ലെങ്ത് ഓഫ് എക്സും ലെങ്ത് ഓഫ് എക്സ് ഡാഷും ഈക്വൽ അല്ലാണ്ട് വരുന്ന കേസാണ് 2b ചെയ്യുന്നത്, കേസ് 2b. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എക്സിൻ്റെ എല്ലും പിന്നെ എക്സ് ഡാഷിൻ്റെ എക്സിൻ്റെ കെയും എക്സ് ഡാഷിൻ്റെ എല്ലുമാണ് ലെങ്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഗ്രേറ്റർ ആയിട്ട് വിചാരിക്കാം. ഉദാഹരണത്തിന് ഇവിടെ എക്സ് ഡാഷിൻ്റെ ലെങ്ത്ത് എക്സിൻ്റെ ലെങ്ത്തിനേക്കാൾ ഈ ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് വിതൗട്ട് എനി ലോസ് ഓഫ് ജനറാലിറ്റി അത് എന്തായാലും ഒരെണ്ണം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുമല്ലോ. സോ എൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ കെ. ദിസ് പ്രൊസീഡ്സ് ഇൻ എ സിമിലർ ഫാഷൻ. നേരത്തെ പോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങി അത് 2a ചെയ്ത പോലെ ചെയ്ത് വന്ന് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് വരും. അവസാനത്തെ സ്റ്റെപ്പ് എന്താ, കംപ്രസ് 0 m+1 സീറോസ് പിന്നെ കോൺകണ്ടിന്യൂഷൻ വിത്ത് y1 വിൽ ഗീവ് us g1 വിച്ച് ഈസ് ഈക്വൽ ടു. ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എൽ ഗ്രേറ്റർ ദാൻ കെ ആണ്. അപ്പോൾ അതുകൊണ്ട് g1ൻ്റെ പൊസിഷനിൽ നമ്മൾ ബാക്കിൽ നിന്ന് അടിച്ചടിച്ച് വന്നാലും കുറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം എല്ലിൽ നിന്ന് കെ സബ്ട്രാക്ട് ചെയ്തിട്ട് +1 കൊടുക്കുന്നതായിരിക്കും g1 ഇക്വലൻ്റ് ആയിട്ടുള്ള g1 ഡാഷ് ജി ഡാഷ്. കൻ യു ഫോളോ? g1 ഇക്വലൻ്റ് ആയിട്ടുള്ള ജി ഡാഷ് കിട്ടണമെങ്കിൽ എല്ലിൽ നിന്ന് അവിടെ ബാക്കിൽ നിന്ന് നമ്മൾ ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് കളഞ്ഞ് വന്നിട്ട് ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ എൽ ഗ്രേറ്റർ ദാൻ കെ ആയതുകൊണ്ട് എൽ മൈനസ് കെ ബിറ്റിൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ജി ഡാഷിൻ്റെ പിന്നെ സഫിക്സ് വരിക. അത് കംപ്രസ് ആരായിരിക്കും, ജി എൽ മൈനസ് കെ ഡാഷ് 1 y
എൽ മൈനസ് കെ പ്ലസ് 1 ആയിരിക്കും, അത്രയ്ക്കും ഡാഷ് ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ബിറ്റ് നോക്കി, കംപ്രസ് 0⁻m+1 y1 ആണ്. അതിൻ്റെ m+1th ബിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? അതിന് തന്നെ m+1 ബിറ്റ് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിലത്തെ m+1 ബിറ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 0 തന്നെയായിരിക്കും. ഇനി അടുത്തതിൽ വരുമ്പോൾ ആരുടെയാണ്? അപ്പോൾ 0⁻m+1 കൺകാറ്റിനേഷൻ വിത്ത് y1ൻ്റെ m+1 ബിറ്റ് 0 ആയിരിക്കും. ഇനി അടുത്ത ആളുടെ നോക്കിയേ, അടുത്ത ആളാരാ? G L-1